കൈത്തക്കാലം 6-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 17, 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം: നന്ദി പ്രകാശനം. എന്റെ മനസ്സിലേക്ക് കടന്നുവരുന്ന ഒരു ഭാവന നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ ചൈതന്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2 യുവാക്കന്മാർ അവർ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. യാത്ര ഒരു തരത്തിൽ പറഞ്ഞ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്ര. എക്കോ ടൂറിസം എന്നൊക്കെ അവര് കേൾവിയുണ്ട്. അതുകൊണ്ട് പ്രകൃതിയെ പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അവരുടെ യാത്ര അവർ ആസൂത്രണം ചെയ്തത് ഒരു വനത്തിലേക്കായിരുന്നു. 2 പേരും കൂട്ടുകാരായതുകൊണ്ടും അവര് കരുതിക്കൂട്ടിയുള്ള ഒരു യാത്രയായതുകൊണ്ടും വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയതിനു ശേഷമാണ് വനത്തിലേക്ക് യാത്ര തുടർന്നത്. വനത്തിലൂടെ ഉള്ള യാത്ര മധ്യേ ഘോരവനത്തിലേക്ക് അവർ പ്രവേശിച്ചു. ഘോരവനം എന്ന് പറയുമ്പോൾ മുമ്പ് അവർക്ക് പരിചയമില്ല. എങ്ങും ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. മൃഗങ്ങളുടെ ഗർജനങ്ങള് അവർക്ക് കേൾക്കാം. ചില ചികിടിന്റെ കരച്ചിലും ശബ്ദവും അവർക്ക് ശ്രവിക്കാം. ആകെ ഒരു അന്ധകാരം, ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീകരത ചുറ്റും. അങ്ങനെ അനുഭവങ്ങള് ഉണ്ടാകാൻ വേണ്ടി കൂടെ കരുതി കൂട്ടി ഉള്ള യാത്രയായതുകൊണ്ട് അതൊരിക്കലും അവരെ മനസ്സിനെ മടുപ്പ് തോന്നിച്ചില്ല. അവര് മുന്നോട്ട് ഗമിച്ച് പോയപ്പോ അവരുടെ മുന്നിൽ എന്തോ ഒരു വള്ളിക്കുടിൽ മാതിരി ഒരു യാഥാർത്ഥ്യം കണ്ടു. സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൽ ജിജ്ഞാസയുണ്ടായി, അതെന്താണ് എന്നറിയാൻ വേണ്ടി. അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ അത് വിശാലമായിട്ടുള്ള ഒരു പർണശാലയാണ്. അതിലൊക്കെ വളരെ ക്രമീകൃതമായ രീതിയിൽ പലതരത്തിലുള്ള സംഭരണികൾ അടക്കി വെച്ചിരിക്കുന്നു. പല അളവിലുമുള്ള സംഭരണികളും പല മാതൃകയിലുള്ള സംഭരണികളും അവിടെ കണ്ടു. സ്വാഭാവികമായിട്ട് ഇവരിൽ ജിജ്ഞാസ ഉദിച്ചു. ഇങ്ങനെ അവർ പരിശോധിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലുണ്ട് അവരുടെ മുമ്പിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു. അതിനു മുമ്പ് അവർ ആ രൂപം കണ്ടിട്ടില്ല. തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ രൂപത്തിനോട് അവർ ചോദിച്ചു, ഇതെന്താ ഈ സ്ഥലം? ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടതാ. ഇവിടെ എന്തൊക്കെയാ നടക്കണത്? ഈ സംഭരണികളൊക്കെ എന്താണ് എന്ന പ്രാഥമികമായ ചോദ്യങ്ങള് ഉതിർത്തുവിട്ടപ്പോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ രൂപം അവരോട് പറഞ്ഞു, ഇത് പിശാചിന്റെ പണിപ്പുരയാണ്. ഇവിടെയാണ് ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിൽ വിതയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വിത്തുകള് സംഭരിക്കുന്ന സ്ഥലം. യുവാക്കന്മാർക്ക് സ്വാഭാവികമായിട്ട് അത്ഭുതം. അങ്ങനൊരു വിത്തുശാലയോ? അങ്ങനെയൊക്കെ ഒരുവനെ വീണ്ടൊരു കൗതുകം. ഒരു തരം സംഭരണി വളരെ കൂടുതൽ, മറ്റ് എല്ലാ തരത്തെ അപേക്ഷിച്ച് വളരെ കൂടുതൽ എണ്ണത്തിലും അതിന്റെ വണ്ണത്തിലും ഒരു തരം സംഭരണി വളരെ അധികം അവിടെ കണ്ടു. അതെന്താ ഇതിങ്ങനെ? അതിന്റെ ഉള്ളിൽ എന്താ? ആ രൂപം അവരോടായിട്ട് പറഞ്ഞു, അതിന്റെ ഉള്ളിൽ പ്രത്യേക തരം ഒരു വിത്താണ്. ആ വിത്തിന് നിരാശ എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. അത് ലോകത്തിലെ വിതയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വളരെ ആവശ്യമുള്ളൊരു വിത്തായിട്ട് ഞങ്ങളുടെ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലായി. ലോകത്തിൽ ഇത് നല്ല രീതിയിൽ അത് വിറ്റഴിക്കപ്പെടുന്നുണ്ട്. നല്ല ചെലവാ. കേരളത്തിൽ നിന്നാണ് ഈ 2 യുവാക്കന്മാര് വരുന്നത് എന്ന് കേട്ടപ്പോ ആ രൂപം പറഞ്ഞു, കേരളത്തിലാണ് ഇന്ന് ഈ വിത്തിന്റെ വിൽപ്പന ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ ഡിമാൻഡാണ് ഈ വിത്തിന്. നിരാശയാകുന്ന വിത്ത്. സ്വാഭാവികമായിട്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് അപ്പൊ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത്, എല്ലാ ജില്ലയിലും ഇത് വളരുമോ ഒരുപോലെ? ആ രൂപം അവരോട് പറഞ്ഞു, ജില്ല തിരിച്ചിട്ടുള്ള കണക്കൊന്നും ഞങ്ങൾക്ക് ഇവിടെ ലഭ്യമല്ല. എന്നാൽ ഒരു തരം മണ്ണിലെ ഇത് വളർച്ച മുരടിക്കും. അതേതാ ഈ മണ്ണ്? നന്ദി ഉള്ള ഹൃദയം ഉൾക്കൊള്ളുന്ന മനുഷ്യന്റെ മനസ്സില് ഇതിന് വളർച്ച മുരടിക്കുക. അവിടെ വളർച്ച കാണുന്നില്ല. കൃതജ്ഞത നിർഭരമായ ഒരു ഹൃദയത്തിലെ നിരാശയുടെ വിത്തിന്റെ വളർച്ച മുരടിച്ചു പോകുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത്.
ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നന്ദിയുടേതായിട്ടുള്ളതും കൃതജ്ഞതയുടെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തെക്കാൾ ചോദ്യം ചെയ്യലിന്റെയും പിടിച്ചു പറ്റുന്നതിന്റെയും ഒരു രീതി എന്നാണ് കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പണക്കാരനാകണം. അപ്പൊ അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതാണ് ശരിയായിട്ടുള്ള കാര്യം എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ചെന്ന് ഓരോ എടാക്കൂടങ്ങളിൽ ചെന്ന് പതിക്കുന്നു. ആ എടാക്കൂടങ്ങളിൽ ചെന്ന് പതിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്നില്ല. പലതരം കടക്കണികള് അവസാനം നിരാശയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ ഇടവരുന്നു. കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇന്ന് നിരാശയുടെ പിടിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം കേരളത്തിലാണ് കൂടി വരുന്നത് എന്നാണ് നമുക്ക് കാണാവുന്ന യാഥാർത്ഥ്യം. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. എന്റെ ഈ ഭാവന നിങ്ങൾക്ക് രുചിച്ചാലും ശരി, രുചിച്ചില്ലെങ്കിലും ശരി, ഈ ഭാവന നൽകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിൽ ഒന്നാണ്, മലയാളികൾക്ക് പലതും അറിയാം. അവർക്ക് സമരം ചെയ്യാനറിയാം, അവർക്ക് തല്ലി തകർക്കാനറിയാം, അവർക്ക് വാടക ഗുണ്ടകളെ അയക്കാനറിയാം, അവർക്ക് പലതും അറിയാം. പക്ഷെ ആരോ പറഞ്ഞു കേട്ടു, അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു യാഥാർത്ഥ്യമാണ് നന്ദി പറയാൻ മലയാളികൾക്ക് അറിഞ്ഞുകൂടാ എന്ന്. ഓരോരുത്തരുടെ നിരീക്ഷണങ്ങള് നന്ദി പറയാൻ മലയാളികൾക്ക് അറിഞ്ഞുകൂടാ. കാരണം അവരത് പഠിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് കേൾക്കാനിട വന്നിട്ടുണ്ട് മുതിർന്ന തലമുറയുടെ ഒരു തരത്തിലുള്ള വിലാപം. അവരുടെ വിലാപത്തിന്റെ ഇതിവൃത്തം ഇതാണ്: ഞാൻ ബുദ്ധിമുട്ടിയാണ് 4 കാശുണ്ടാക്കിയത്. വളരെയേറെ പണിപ്പെട്ട് വളരെ ക്ലേശങ്ങൾ സഹിച്ച് ഞാൻ 4 കാശുണ്ടാക്കിയത് എന്റെ മക്കൾ നന്നായിട്ട് ജീവിക്കാൻ ഇടവരണമെന്ന് വിചാരിച്ച. ഇന്ന് എനിക്ക് പ്രായമായി. എന്റെ മക്കൾക്കാണെങ്കിലേ അപ്പനെ പറ്റിയിട്ടോ അമ്മയെ പറ്റിയിട്ടോ ഒരു ചിന്തയില്ല. ഇത്രയും ബുദ്ധിമുട്ടി തങ്ങൾക്ക് വേണ്ടിയാണ് ഇത് സ്വരുക്കൂട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത പോലും അവരുടെ മനസ്സിലില്ല. അവർക്കൊക്കെ അടിച്ചു പൊളിക്കണം. ഈ ഒരു ചിന്തയല്ലാതെ മറ്റൊന്നും അവരുടെ മനസ്സിൽ കാണുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് വിലപിക്കുന്ന ഒരു വിലാപത്തിൻ്റെതായിട്ടുള്ള ശബ്ദം കേരളത്തിലെ ഉണ്ട്. ഇത് ഞാൻ അല്പം കൂടിയും നിരീക്ഷണ വിധേയമാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇതിന് കാരണം മുതിർന്ന തലമുറ തന്നെയാണ്. അത് ഇളയ തലമുറയെ അല്ല നാം അതിന് കുറ്റപ്പെടുത്തേണ്ടത്. അല്പം വിസ്മയം തോന്നാം നിങ്ങൾക്ക്. എന്താണ് മുതിർന്ന തലമുറ ചെയ്ത തെറ്റ്? മുതിർന്ന തലമുറ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നന്ദി പറയാൻ പഠിപ്പിച്ചില്ല. അത് ശരിയല്ല എന്ന് പറയാനാണ് ചിലർക്ക് തോന്നുക. ഒരു പരിധിവരെ ആ തോന്നൽ അർത്ഥമുണ്ട്. കാരണം ചെറിയ കുട്ടികളെ ഇന്ന് പ്രത്യേകിച്ച് നന്ദി പറയും മോളെ എന്നൊക്കെ പറഞ്ഞ് ചില കൊച്ചമ്മമാരെ ചില പരിഷ്കാരത്തിന്റെ രീതിയിലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഒരു 3, 4, 5 വയസ്സ് 6 വയസ്സ് ഈ കാലഘട്ടം കഴിയുമ്പോ ഈ തരം പരിശീലനങ്ങളൊക്കെ നിന്നു. 8, 9, 10, 11, 12, 13 വയസ്സ് ഈ വയസ്സുകളിലാണ് അവരുടെ മനസ്സിലെ എന്തെങ്കിലും ആഴത്തിലെ കോറിയിടാൻ ഇടവരുന്ന പ്രായം. അങ്ങനെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലെ അത് പതിച്ച് എടുക്കേണ്ട യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രാപ്തി അവർക്ക് വരുമ്പോഴേക്കും നമ്മുടെ ട്രെയിനിങ്ങും നമ്മുടെ പരിശീലനമൊക്കെ കഴിഞ്ഞു. നമ്മുടെ പരിശീലനം 4, 5, 6, 7 വയസ്സോട് കൂടി അവസാനിച്ചു. ഈ പ്രായത്തിലെ അവരോട് എന്ത് പറയുന്നു അവരുടെ മാതാപിതാക്കന്മാര് അതങ്ങോട്ട് ഉരുവിടും. ആ ഉരുവിടുന്നതിന്റെ അർത്ഥമൊന്നും ഗ്രഹിക്കാനുള്ള പ്രാപ്തി അവരുടെ മനസ്സിന് ആ കാലത്തില്ല. അങ്ങനെയുള്ള പ്രാപ്തിയിലേക്ക് അവർ കടന്നു വരുമ്പോ നമ്മുടെ പരിശീലനവും അവസാനിച്ചു. അപ്പോ മുതിർന്നു വരും തോറും നന്ദി പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരം മലയാളികൾക്ക് കിട്ടുന്നില്ല. അത് കിട്ടാതെ വരുന്നതിന്റെ കാരണം മുതിർന്ന തലമുറ ഇളയ തലമുറയ്ക്ക് അത് നിഷ്ഠ വെച്ച് പകർന്നു കൊടുക്കുന്നില്ല, അവരുടെ ജീവിതത്തിലും അത് കാണുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ എല്ലാ മനുഷ്യരും ഈ തരത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് കണ്ടെത്താനാകും.
കേരളത്തിലെ ജനങ്ങളെപ്പോലെ അല്ല, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങൾ, പാശ്ചാത്യ നാടുകളിലെ പലതരം വികല്പങ്ങൾ പാശ്ചാത്യ നാട്ടുകാർക്കുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചാൽ തന്നെ അതിൽ വികസിത രാജ്യങ്ങളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലെ നടക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധാപൂർവം പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അവിടങ്ങളിൽ ഞാൻ എന്റെ പഠനത്തിന്റെ ഭാഗമെന്ന നിലയിൽ കുറച്ചു വർഷങ്ങൾ ജീവിക്കാൻ ഇടവന്നപ്പോ എന്നെ യഥാർത്ഥത്തിൽ വിസ്മയിപ്പിക്കാവുന്ന ഒരു അന്തരീക്ഷമാണ് ഞാൻ ചുറ്റുപാടിലും കണ്ടത്. അവര് ചെറുപ്പം തലമുറയെ വളരെ നിഷ്ഠയോടും ചിട്ടയോടും കൂടെ നന്ദി പറയാൻ പരിശീലിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവര് മുതിർന്നു വരുമ്പോഴും ഈ പരിശീലനം അവരുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കാണുന്നതായിട്ട് കാണാം. നമ്മുടെ ഈ തീർത്ഥകേന്ദ്രത്തിലേക്ക് തന്നെ ചിലപ്പോ കടന്നു വരുന്ന അമേരിക്കക്കാരോട് നാം വളരെ കാര്യമായ രീതിയിൽ ഒന്നും സഹായം ചെയ്തില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിലൊരു ഭവ്യതയോട് കൂടി നമ്മൾ പെരുമാറിയ ഉടനെ തന്നെ അവരുടെ വാക്കിൽ നിന്ന്, നാവിൽ നിന്ന് നാം കേൾക്കാനിട വരുന്നത് അതിനുള്ള താങ്ക്സ്, നന്ദി എന്ന രീതിയിലാണ്. ഇതിങ്ങനെ വാചകത്തിൽ ഒതുങ്ങുന്ന ഒരു സംസ്കാരം അല്ല ഞാൻ അമേരിക്കയിൽ കണ്ടത്. അവരുടെ നാട്ടിലെ ഒരു ദിനം തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഒഴിവു ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക, ദേശീയമായ ഒഴിവു ദിനം. ആ ദേശീയ ഒഴിവു ദിനത്തിന് അവര് പേര് കൊടുത്തിരിക്കുന്നത് ഡേ ഓഫ് താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് വെച്ചാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലെ ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ സ്മരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസം. അത് രാഷ്ട്രത്തിൽ പൊതുവെ ഐക്യനാടുകളിൽ മുഴുവനും അതൊരു പബ്ലിക് ഹോളിഡേ ആണ്. അതങ്ങനെ മൂകമായിട്ട് അർത്ഥശൂന്യമായിട്ട് നടത്തുന്ന ഒരു ഹോളിഡേ അല്ല. വളരെ ആഘോഷവും വളരെ ഉത്സാഹവുമാണ് നാട്ടിലെ മുഴുവൻ താങ്ക്സ് ഗിവിംഗ് ഡേയിലെ ഞാൻ കണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയത്തിന്റെ ഒരു ഭാവമായിട്ട് അവരുടെ അനുദിന ജീവിതത്തിൽ അവരത് ശീലിച്ചു വരുന്നതായിട്ട് കാണാം. എന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു സംസ്കാരം വളരെ മതിപ്പോടുകൂടെ നോക്കിക്കാണാൻ ഇടവന്നിട്ടുണ്ട് അമേരിക്കയിലുള്ള എന്റെ ജീവിത കാലഘട്ടത്തിൽ. പലതും എനിക്കിഷ്ടപ്പെടാത്തത് ഞാൻ കണ്ടു എന്നുവരികിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് നന്ദി പ്രകാശത്തിന് വേണ്ടിയുള്ള ഒരു സാംസ്കാരിക പശ്ചാത്തലം നാട്ടിലുടനീളം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/4 നൂറ്റാണ്ടോളം മാർത്തോമയിൽ പ്രവർത്തന നിരതമായി. ആരംഭം മുതൽ തന്നെ ഈ താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന രീതിയിലുള്ളൊരു ആശയം ഇവിടെയുള്ള ജനങ്ങളിലേക്കും എത്തിക്കാൻ ഉപകരിക്കും എന്ന ധാരണയോടുകൂടെ മാർത്തോമ കോംപ്ലക്സിൽ യഥാർത്ഥത്തിൽ ശമ്പളം കൊടുക്കുന്ന ദിവസത്തിന്റെ തലേ ദിവസം തന്നെ അതിനുവേണ്ടി നിശ്ചിതമായിട്ടുള്ള ഒരു ബോർഡിൽ സാമാന്യം വലിപ്പത്തിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടും. ഇന്നും ആ പതിവ് മാർത്തോമ കോംപ്ലക്സിലുണ്ട്. എന്താണ് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ താങ്ക്സ് ഗിവിംഗ് ഡേ എന്നാണ് വലിയ അക്ഷരത്തിൽ അത് എഴുതിയിരിക്കുന്നത്. ശമ്പളം കൊടുക്കുന്ന ദിനമാണത്. ഇന്നും മാർത്തോമയിലെ ആ പതിവ് തുടരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പതിവിനെ സമൂഹത്തിലെ പലതരത്തിലും അതിനെ പ്രചോദനം നൽകത്തക്ക വിധത്തിലുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്റേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും തമ്പുരാൻ എനിക്ക് ഒരുക്കിയ സാഹചര്യങ്ങളും ഒക്കെ കണക്കിലെടുത്ത് ഞാൻ തമ്പുരാന്റെ പദ്ധതികൾക്ക് എന്നെ തന്നെ കീഴ്പ്പെടുക എന്നുള്ളതാണ് കരണീയമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് തൽക്കാലം ഈ ഒരു പോസ്റ്ററിലും ഈ ഒരു നടപടിക്രമത്തിലും ഞാൻ നന്ദിയുടേതായിട്ടുള്ള ചിന്ത പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഒരു തുടക്കം ഞാൻ ഇവിടെ കുറിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടായില്ല നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ത്വര നമുക്കുണ്ടാകണം. നന്ദിയുടേതായിട്ടുള്ള ഹൃദയങ്ങളിലെ നിരാശ പൊട്ടിമുളയ്ക്കുക വളരെ വിഷമമാണ്. എന്തെല്ലാം പരിമിതികൾ നമുക്കുണ്ടായാലും, എന്തെല്ലാം വിഷമങ്ങൾ നമുക്കുണ്ടായാലും, എന്തെല്ലാം ദുഃഖങ്ങളും
ദുരിതങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും അതിനെ ഒക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ അതിൽ കൂടെ തന്നെ കാണാവുന്ന ഒരു വെളിച്ചം, നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങള്, നമുക്ക് ലഭിച്ചിരിക്കുന്ന സഹായങ്ങള്, നമുക്കുള്ള നല്ല സ്ഥിതിവിശേഷം കാണാനുള്ള കണ്ണ് നമുക്ക് നഷ്ടപ്പെടുത്തരുത്. അത് വളർത്തിയെടുത്തെങ്കിലേ വളരുള്ളൂ. ഈ ഒരു യാഥാർത്ഥ്യം, നന്ദി എന്ന് പറയുന്ന ഒരു വികാരം, ഒരു ജീവിത വൃത്തി മനുഷ്യർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ്. അത് എനിക്കായാലും ഇഷ്ടമാണ്, നിങ്ങൾക്കായാലും അത് ഇഷ്ടമാണ്. അത് ആത്മാർത്ഥതയോട് കൂടിയാണ് പ്രകാശിപ്പിക്കുന്നത് എന്ന് കേട്ടാൽ, എന്നറിയാനിട വന്നാൽ ആ ഇഷ്ടം വളരെ തൃപ്തിദായകമായിട്ട് തീരും. ഇവിടെയുള്ളൊരു യാഥാർത്ഥ്യം, മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ട ഈ വികാരം, ഈ പ്രവർത്തന ശൈലി ഉടയതമ്പുരാനും ഇഷ്ടമാണ് എന്ന് കാണിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ദൈവത്തിന്റെ പുത്രനായ സാക്ഷാൽ യേശുക്രിസ്തുവിന് പോലും നന്ദിയുടേതായിട്ടുള്ള ആ പ്രകടനം ആത്മാർത്ഥതയോടുകൂടെ അത് ഇഷ്ടപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഇതിവൃത്തം തന്നെ. യേശുവും ശിഷ്യന്മാരും ഒരു യാത്രയിലാണ്. തങ്ങളുടെ ദൗത്യത്തിന്റെ നിർവഹണത്തിന്റെ ഭാഗം എന്ന നിലയിൽ ജെറൂസലം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ, വേദപുസ്തക അടിസ്ഥാനത്തിൽ കാൽവരിയിൽ കുരിശിന്മേലുള്ള ബലിയർപ്പണത്തിന്റെ ചിന്ത മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് ആ ചിന്തയോടുകൂടി മനുഷ്യർക്ക് നന്മ ചെയ്ത് ആ മനുഷ്യരുടെ കടങ്ങൾ മോചിക്കാൻ വേണ്ടിയുള്ള ആസൂത്രണ വിധേയമായിട്ടുള്ള ആ നടപ്പിലെ ഒരിക്കൽ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഗാലിലിക്കും സമറിയയും ഇടയ്ക്ക് ജെറൂസലം ലക്ഷ്യമായിട്ടുള്ള യാത്രയാണത്. സമറിയ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലെ സമൂഹത്തിലെ മുൻനിരക്കാരിൽ നിന്ന് പിന്തള്ളപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് സമറിയ. ലക്ഷം വീട് കോളനി എന്ന് പറഞ്ഞാൽ അങ്ങനെ പല കോളനികളുടെ സമാഹാരത്തിന്റെ ഒരു സ്ഥലം. സാധാരണ മുന്തിയ ആളുകള്, വിദ്യാഭ്യാസ യോഗ്യതയോ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തുന്ന ആളുകളോ ഒന്നും സമറിയയിൽ കൂടെ യാത്ര പോലും അവർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ യഹൂദന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള യേശുക്രിസ്തു ബോധപൂർവം തന്നെ സമറിയയുടെ ഇടയിൽ കൂടിയും സമറിയയുടെ പ്രാന്തങ്ങളിൽ കൂടിയും യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ യാത്രാമധ്യേ അകലിൽ നിന്ന് ഒരു കൂട്ടം ആളുകള് യേശുവും ശിഷ്യന്മാരുമാണ് ഈ യാത്ര ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അകലിൽ നിന്ന് തന്നെ വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ പുത്ര ഞങ്ങൾ കനിയണമേ. ഈ അട്ടഹാസവും നിലവിളിയും കേട്ടപ്പോ യേശു അവിടെ തന്നെ നിൽക്കുന്നു. യേശു അവിടെ തങ്ങളെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് എന്ന് കണ്ടപ്പോ ഈയൊരു കൂട്ടം ആളുകള് യേശുവിന്റെ അടുത്തേക്ക് ഓടിക്കൂടുകയാണ്. അവര് കുഷ്ഠരോഗികളാണ്. സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് നീക്കി കളഞ്ഞിട്ടുള്ള ആളുകളാണ് അവര്. ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാനുള്ള അവർക്ക് അതിനുള്ള അനുവാദമില്ല. അങ്ങനെയുള്ള ആളുകളാണ് യേശു തങ്ങളെ ഉപേക്ഷിക്കില്ല എന്ന ചിന്തയോടുകൂടെ യേശുവിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. യേശു അവരോടായിട്ട് കുശലപ്രശ്നങ്ങൾ നടത്തുന്നു. അവരിൽ നിന്ന് മനസ്സിലാകുന്നു അവർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം അവരുടെ ഈ രോഗത്തിൽ നിന്ന് വിമുക്തി നേടാൻ ഇടവരണം. അവരുടെ ദയനീയ സ്ഥിതി യേശു മനസ്സിലാക്കിയതിനു ശേഷം യേശു അവരോടായിട്ട് പറയുന്നു, നിങ്ങളുടെ ആഗ്രഹം പോലെ സംഭവിക്കട്ടെ. പക്ഷേ കുഷ്ഠം നിങ്ങളുടെ രോഗത്തിൽ നിന്ന് മാറി എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിന് നിയോഗിക്കപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുരോഹിതന്മാരുടെ അടുത്തേക്ക് ചെല്ല്. അവരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങൾ സമൂഹത്തിന്റെ മെയിൻ ധാരയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക, നിങ്ങൾ ജീവിക്കാൻ ആരംഭിക്കുക എന്നതാണ് യേശുവിന്റെ സന്ദേശം. അവരെല്ലാവരും എഴുന്നേറ്റു.
എഴുന്നേറ്റ് അവർ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോകുകയാണ്. ആ പോകുന്ന ഇടയ്ക്കാണ് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത് തങ്ങളുടെ രോഗത്തിൽ നിന്ന് തങ്ങൾ സുഖം പ്രാപിച്ചിരിക്കുന്നു, വികൃതമായിട്ടുള്ള തങ്ങളുടെ അവയവങ്ങളൊക്കെ സുഖപ്പെട്ടിരിക്കുന്നു, തങ്ങളുടെ കുഷ്ഠം മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്ന വഴിയിൽ വെച്ചാണ്. അവർ പരസ്പരം വിസ്മയിച്ചു, അന്താളിച്ചു. അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ അതിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് മാത്രമേ തോന്നിയുള്ളൂ ഇത്രയും വലിയ സഹായം ചെയ്തു തന്ന യേശുവിനോട് ഒരു നന്ദിയുടേതായിട്ടുള്ള വാക്ക് ആദ്യം പ്രകടിപ്പിച്ച് പിന്നീടാകട്ടെ സർട്ടിഫിക്കറ്റ് വാങ്ങല് എന്ന ധാരണയോടുകൂടി ആ മനുഷ്യൻ മാത്രം തിരിച്ചു വരുന്നു. മറ്റു മനുഷ്യരെ മുന്നോട്ട് പോകുന്നു. ഈ മനുഷ്യൻ തിരിച്ചു വന്ന് യേശുവിനെ സാഷ്ടാംഗം പ്രണമിക്കുന്നു, യേശുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. യേശു അവനെ പിടിച്ചു ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നു, മകനെ, നിങ്ങളാകെ 10 പേരല്ലേ ആയിരുന്നേ? യേശു അപ്പോൾ അവരെ എണ്ണിയിരിക്കുന്നു. താൻ എന്താണ് അവർക്ക് ചെയ്തിരിക്കുന്നതെന്ന് യേശുവിന് നല്ല ബോധ്യങ്ങളുണ്ട്. യേശു വെറുതെ ഓരോന്ന് ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ അല്ല. ബോധപൂർവമാണ് യേശുവിന്റെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കാൻ ഇതിലേറെ തെളിവ് സാധാരണ മനുഷ്യന് ആവശ്യമില്ല. യേശു ആ മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങൾ 10 പേരല്ലേ ആയിരുന്നു? മറ്റ് 9 പേരെവിടെ? നിനക്ക് മാത്രമേ നന്ദി പ്രകാശിപ്പിക്കാൻ തോന്നിയുള്ളൂ. വീണ്ടും സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്, ആ മനുഷ്യൻ ഒരു സമറിയക്കാരനായിരുന്നുവെന്ന്. എന്നുവെച്ചാൽ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതനായിട്ടുള്ള, എല്ലാ തരത്തിലും അവഗണിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ളൊരു മനുഷ്യന് മാത്രമേ നന്ദിയുടേതായിട്ടുള്ള വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള സന്നദ്ധതയുണ്ടായുള്ളോ എന്നാണ് ഈ ചോദ്യം. ഈ ചോദ്യത്തിന്റെ അർത്ഥം വലിയ ഒരു സത്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എറിഞ്ഞു തരികയാണ് യേശു. നമ്മുടെ സമൂഹത്തിന്റെ മേൽക്കടയിൽ കാണുന്ന വലിയ ഉന്നതസ്ഥാനീയരായിട്ടുള്ള ആളുകളിലോ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളിലോ, ധനികരായിട്ടുള്ള ആളുകളിലോ അവരുടെ മനസ്സിലാകണം എന്നില്ല സത്യത്തിന്റെയും നന്മയുടേതായിട്ടുള്ള മൂല്യങ്ങൾ തഴച്ചു വളരാൻ ഇടവരുന്നത്. നല്ല മൂല്യങ്ങള് കൂടുതൽ വളരാൻ ഇടവരുന്ന മനസ്സ് പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സായിരിക്കണം. അത് നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞു തരികയാണ് യേശു. നീ ഒരു സമറിയക്കാരനല്ലേ എന്ന് ചോദിച്ചാൽ ആ വരാത്ത ആളുകൾ മുന്തിയ സമൂഹത്തിൽപ്പെട്ട ആളുകളായിരിക്കണം. അവർക്കൊന്നും ഇത് തോന്നിയില്ലേ എന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിലെ ഇത്തരം നല്ല മൂല്യങ്ങൾ വളരാനുള്ള ആ സാധ്യതകള് ഉള്ളതിനേക്കാൾ വലിയ സാധ്യത കാര്യം സമൂഹത്തിൽ നിന്ന് പരിത്യക്തരായിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് വലിയ സ്വാധീനങ്ങളൊന്നുമില്ല എന്ന് വരികിലും അവരുടെ ആ മനസ്സിലെ നന്മ വിളയാൻ ഇടയാകുന്നു എന്നുള്ളതാണ് യേശു ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സത്യം. അതുകൊണ്ടും കൂടി ആകാം യേശു തന്റെ ജീവിതകാലത്ത് മുഴുവനും തന്നെ പാവപ്പെട്ട ആളുകളോട് കൂടുതൽ പക്ഷം ചേരുന്നതായിട്ട് കാണാം. വളരെ എകരപ്പെട്ട് സമൂഹത്തിന്റെ മുന്നിൽ പ്രശോഭിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളെ അതിൽ തന്നെ പറഞ്ഞാൽ യേശുവിന് വലിയ മതിപ്പല്ല. കാരണം അവരീ കാണിക്കുന്ന പ്രകടനങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള സാംസ്കാരിക തനിമ, നന്മയുടേതായിട്ടുള്ള വിളനിലം അവരുടെ മനസ്സിൽ യേശുവിന് കണ്ടെത്താൻ സാധിച്ചു കാണില്ല എന്നുള്ളതായിരിക്കാം. അത് യഥാർത്ഥത്തിൽ നമ്മുടേതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും വെളിച്ചം വീശേണ്ടതാണ്. സഭയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും വെളിച്ചം വീശാവുന്ന വലിയൊരു വിത്ത് ഇവിടെ സുവിശേഷത്തിൽ യേശു ഒളിച്ചു വച്ചിരിക്കുകയാണ്. ഇവരുടെ മനസ്സിലാണ് നിരാശയുടെ വിത്ത് മുരടിച്ചു പോകുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ ആത്മഹത്യ
കൂടുതൽ നടക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങനെ പഠനങ്ങളോ നിരീക്ഷണങ്ങളോ ഒന്നും നടത്താത്ത വ്യക്തികൾ ഉടനെ തന്നെ പറയും അത് പാവപ്പെട്ടവരാണ്. എന്നാൽ എന്റേതായിട്ടുള്ള നിരീക്ഷണവും പഠനത്തിന്റെയും അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ ഇടവരുന്ന ഒരു യാഥാർത്ഥ്യം, വളരെ വളരെ പാവപ്പെട്ട ആളുകൾ ആത്മഹത്യ ചെയ്യുന്നേക്കാൾ കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് സമൂഹത്തിലെ ഇടത്തരക്കാരും അവരിൽ നിന്ന് അല്പം കുറഞ്ഞു വരും ആയിട്ടുള്ള ആളുകളിലാണ് ആത്മഹത്യാ നിരക്ക് കൂടുന്നത്. കാരണം അവരുടേതായിട്ടുള്ള ദുരഭിമാനം, അവരുടേതായിട്ടുള്ള മനസ്സിന്റെ ഒരു തരം സംഘർഷം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല. വളരെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ കണ്ടും കേട്ടും അവർ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രാപ്തി നേടുമ്പോൾ അല്പം കൂടി എകരപ്പെട്ട ആളുകള് വികസിതമായിട്ടുള്ള ആളുകളാണ് എന്ന് തങ്ങളെ തന്നെ വിചാരിക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്ന ഒരു സത്യം. യഥാർത്ഥത്തിലെ നമ്മുടെ തന്നെ വിശ്വാസം അതാണ്. ആഴത്തിലെ മനസ്സിലേക്ക് അത് ശക്തമായിട്ട് പ്രതികരണങ്ങൾ സൃഷ്ടിക്കത്തക്ക വിധത്തിലുള്ളതായി തീരുമ്പോ അവിടെ നിരാശയ്ക്ക് സ്ഥാനമില്ല. അവിടെ പ്രത്യാശയും കൃതജ്ഞതയ്ക്കുമാണ് സ്ഥാനം. ഈ അർത്ഥത്തില് നാം യഥാർത്ഥത്തില് അഭ്യസിച്ചെടുക്കേണ്ട വലിയൊരു സുഹൃതമാണ്, വലിയ ഒരു പ്രവർത്തന ശൈലിയാണ് നന്ദി പറയാൻ വേണ്ടി നമ്മൾ പഠിക്കണം. കൂടുതൽ കൂടുതൽ അതിനുള്ള അവസരങ്ങൾ നാം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കണ്ടെത്തണം. എപ്പോഴും പരിമിതികളിൽ പരാതി പറഞ്ഞ്, എപ്പോഴും കുറ്റങ്ങൾ പറഞ്ഞ് നമ്മുടെ ജീവിതം പാഴാക്കാനിട വരാതെ നന്മകൾ കണ്ടെത്തി ഉള്ള നന്മകളെ അംഗീകരിച്ചുകൊണ്ട് അത് പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ നന്ദിയുടേതായിട്ടുള്ളൊരു ജീവിത ശൈലി കേരളത്തിലെ ജനതയിലെ വളർന്നു വരാനിടയാകുകയാണ് എന്ന് വരികിൽ, യേശു ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ നന്ദിയുടേതായിട്ടുള്ള സന്ദേശം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കാൻ ഇടവരുന്നു എന്ന് വരികിൽ കേരളത്തിലെ ജനത കൂടുതൽ വികസിതമാകും, കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് അവരെ വളർന്നു വരും, കൂടുതൽ സന്തോഷവും കൂടുതൽ സമൃദ്ധിയിലേക്കും നമുക്ക് വളരാവുന്ന ഒരു ചുറ്റുപാടുണ്ടാകും എന്ന യാഥാർത്ഥ്യം മറക്കാൻ ഇടവരരുത്.